ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മുട്ടയും ക്യാരറ്റും വെച്ച് തയ്യാറാക്കുന്ന ഒരു പോളയാണിത്. ഇതൊരു ഹെൽത്തി സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് 2 ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള 2 ക്യാരറ്റാണ് എടുത്തത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യൊന്ന് മെൽറ്റായതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഇതിൽ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരുവേ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയും ക്യാരറ്റും ഏകദേശം നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റിലും തേങ്ങയിലൊക്കെ പഞ്ചസാര നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ അടി പിടിച്ചു പോകും. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടത് 4 മുട്ടയാണ്. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊരു ഏലക്കയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ടോട്ടൽ 5 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റിൽ നമ്മൾ ഓൾറെഡി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് ക്യാരറ്റ് വഴറ്റിയെടുക്കുന്ന ഒരു ടൈം മാത്രമേ ഇതിൽ കൂടുതലായിട്ട് വേണ്ടുള്ളൂ. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റ് കൂടെ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മെൽറ്റ് ആവണം. നെയ്യൊന്ന് എല്ലായിടെയും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ക്യാരറ്റും മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴും ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു ഏകദേശം 10 മിനിറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഒരു ടൈമിൽ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിട്ട് വരും. അതുപോലെ നടുക്കി ഒരു ഇറക്കിൽ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് കുക്കായിട്ടുണ്ടോ മനസ്സിലാവും. അങ്ങനെ കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്